ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റൊക്കെ കിട്ടുന്ന കടയാട്ടോ മാഗ്നസ്കേപ്സ്. അപ്പൊ ഇവിടെ എല്ലാവരും വരണം. ഇന്ന് എല്ലാവരും നല്ല ടെൻഷനൊക്കെ അടിച്ചിട്ടാണോ ഇരിക്കുന്നത്? നമ്മളിങ്ങനെ ടെൻഷനൊന്നും അടിച്ചിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ എപ്പോഴും നല്ല സന്തോഷം വിചാരിച്ചാൽ മാത്രമേ സന്തോഷമൊക്കെ വരത്തുള്ളൂ. കഷ്ടപ്പാടുകൾ മാത്രം വിചാരിച്ചുകൊണ്ടിരുന്നാൽ കഷ്ടപ്പാടുകൾ മാത്രമേ വരത്തുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ നല്ല പോസിറ്റീവായിട്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. ഇത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഞാൻ എപ്പോഴും സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത്, ഭയങ്കര പോസിറ്റീവ് ആണോന്നേ? എല്ലാ മനുഷ്യർക്കും എപ്പോഴും സന്തോഷത്തോടെയും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പരിശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവേ. നമ്മുടെ മനസ്സ് കൈവിട്ടു പോയാൽ എല്ലാം പോകും. ഇപ്പൊ നമ്മൾ ന്യൂസൊക്കെ വായിക്കുന്ന അതുപോലെയൊക്കെ ആണല്ലോ. അപ്പൊ ഇന്ന് ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഞാൻ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ബാഗാണ്. ഈ ബാഗിന്റെ സൈസ് നല്ല വലുതാണ്, അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് കറക്റ്റ് 3 കളേഴ്സേ ഉള്ളൂ. മറ്റ് കളേഴ്സ് ഒന്നും തന്നെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം നമുക്കിത് തരുന്ന ആളുടെ കയ്യിൽ അതില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇത് നല്ല കളേഴ്സ് ആണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഒത്തിരി ആൾക്കാർ പിന്നീടും ചോദിച്ച ഒരു സാധനമാണ്. വലിയ വിലയൊന്നും ഇല്ല. അതായത് നമുക്ക് ഇനി വെക്കേഷൻ വരുമല്ലേ, അപ്പൊ വെക്കേഷൻ വരുമ്പോൾ ഇത് കണ്ടോ, നോക്കിയേ, നല്ല ഭംഗിയായിട്ട് ഇത് കണ്ടോ. ഇത് ക്യൂൾറ്റഡ് ആണ്. അതാണ് ഇതിന്റെ ഏറ്റവും നല്ല കാര്യം. ഇത് ക്യൂൾറ്റഡ് ആണ്. ഇത് വാഷിംഗ് മെഷീനിൽ കഴുകാം. ഇതിന് സിബുണ്ട്. ഇത് കണ്ടോ, സിബുണ്ട്. പിന്നെ അകത്തൊരു പൗച്ചുണ്ട്. ഇത് നമ്മുടെ ഫോണൊക്കെ വെക്കാൻ വേണ്ടി അകത്തൊരു പൗച്ചുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞു ചോക്ലേറ്റോ ബിസ്ക്കറ്റോ ഒക്കെ വേണമെങ്കിൽ അതിനകത്ത് വെക്കാം. നമുക്ക് ചില സമയത്തൊക്കെ ഷുഗറൊക്കെ താന്നു പോകുന്ന ചില പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് വേഗം കൈകിട്ട് സാധനം എടുക്കണം. അതാണ് നമുക്ക് മീൻസ് നമുക്കൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളെ. അപ്പം ഇതിന്റെ ഈ ഒരു കളർ അവൈലബിൾ ആണ്. എല്ലാം നല്ല കളേഴ്സ് ആണ്. കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇപ്പൊ നമ്മുടെ ഒരു കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് പോലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഇനി സമ്മർ ക്യാമ്പൊക്കെ തുടങ്ങുമ്പോൾ അവർക്ക് കുറേ സാധനങ്ങൾ ഇതിനകത്ത് കയറ്റാം. അതുകൊണ്ട് വലുതാട്ടോ. ഇത് നമ്മളിങ്ങനെ കാണിക്കുന്ന പോലെയല്ല, ഇത് വലുതാണ്. ഇതിന്റെ അടിയിലും നല്ല വലുതാ. ഇത് കണ്ടോ, ഇങ്ങനെ നല്ല ഗുണ്ടപ്പായി പോലെ നല്ല ഗുണ്ട് പോലെ ഇരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ എത്ര തുണി കയറ്റാൻ പറ്റൂന്നൊക്കെ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ തുണി എത്ര കയറ്റാൻ പറ്റൂന്നല്ല, അതിന്റെ നമ്മൾ എങ്ങനെ മടക്കുന്നു എന്നുള്ളതിലാണ് കാര്യം കേട്ടോ. അപ്പൊ നന്നായിട്ട് നമ്മുടെ ഇത് ക്യൂൾറ്റഡ് ആയതുകൊണ്ട് ഒരുപാട് നാളം ലാസ്റ്റ് ചെയ്യും. അപ്പൊ ഈ 3 കളേഴ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇത് നമ്മൾ എത്ര പീസസ് വേണം നമ്മൾ തരും കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ കയ്യിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു ഷീറ്റാണ്. ഇത് ടൈ ആൻഡ് ഡൈയുടെ ഷീറ്റ്. വേറെ കളേഴ്സാണ് ഞാൻ കാണിച്ചത്. അത് നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ടൈ ആൻഡ് ഡൈയുടെ സാരി പോലത്തെ നല്ല ബെഡ്ഷീറ്റ് കേട്ടോ. ഇതിങ്ങനെ വിരിച്ച് ഇടാനും ഇത് കിടക്കാനും നല്ല സുഖമാണ്. ഇത് കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എങ്ങനെ നമ്മുടെ സാരി കഴുകുന്നോ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇത് കഴുകാവുള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇതൊരു ബെഡ്ഷീറ്റും ഒരു 2 പില്ലോ കവേഴ്സും മാത്രം ഒരുമിച്ചിട്ട് കഴുകണം. ടൈ ആൻഡ് ഡൈ കളറൊന്നും പോകത്തില്ല. എന്നിരുന്നാലും നമ്മൾ അത് നല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. വിരിച്ചിട്ടാൽ നല്ല ഭംഗിയാ. ഇതാണ് അതിൻ്റെ ഒരു കളറ്. ഇനി ഇതിൻ്റെ ഒരു 5-6 കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് എന്ത് രസമാണെന്ന് നോക്കിയേ. ഇതിങ്ങനെ വിരിച്ചു കണ്ടോ. ഇതൊക്കെ സാരി ആയിട്ടൊക്കെ ഉടുത്താൽ എന്ത് ഭംഗിയായിരിക്കും. പക്ഷെ ഇത് സാരിയല്ല കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. ഇനിയുള്ളത് സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആട്ടോ. നമ്മൾ സിംഗിൾ ബെഡ്ഷീറ്റ് ഒരേ റൂമിൽ ഒരേപോലത്തെ 2 വേണമെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പം ഇതിന്റെ കൂടെയെല്ലാം സാധാരണ നമ്മൾ സിംഗിൾ ബെഡ്ഷീറ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഒരു പില്ലോ കവേഴ്സ് ഇല്ലേ കാണത്തുള്ളൂ. മാഗ്നസ്കേപ്സിൽ 2 പില്ലോ കവേഴ്സ് തരുന്നത്. അതും നല്ല വലിയ പില്ലോ കവേഴ്സ് ആയിരിക്കും കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ തലയിലൊന്ന് വെച്ചാലും ഇപ്പോഴത്തെ പിള്ളേര് നമ്മളൊക്കെ കാലയിൽ ഒരെണ്ണം വെക്കും, കാലിലൊന്നും വെക്കും. ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പൊ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത് ഉണ്ടാവും നല്ല ഭംഗിയായിട്ടൊരു ബ്ലൂ കളറില് നല്ല ലൈൻസ്, നല്ല രസമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഹോസ്റ്റലൊക്കെ പോകാൻ നേരത്തെ നല്ലൊരു കളറാട്ടോ. ആൺപിള്ളേർക്കായിരിക്കും ഇത് കൂടുതൽ ഇഷ്ടമാണ്. പെൺപിള്ളേർക്ക് എനിക്ക് തോന്നുന്നു എപ്പോഴും ഈ പൂക്കളും കായ്ക്കളും എന്നെ പോലെയൊക്കെ ആയിരിക്കും. പക്ഷെ നല്ല ഭംഗി, പക്ഷെ വെറൈറ്റി പിള്ളേരുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ലൈറ്റ് ബ്ലൂ കളറില് ഡാർക്ക് ബ്ലൂ ലൈൻസ് ഉള്ള നല്ലൊരു ഷീറ്റ്. അതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ആണ്.
വലിയ പില്ലോ കവേഴ്സ് എന്ന് പറയുമ്പം ഇതിൻ്റെ സൈസ് ശരിക്കും നമ്മുടെ ഒരു പില്ലോ കവറിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എപ്പോഴും ഒരു 17x27 ഇഞ്ചസ് ആയിരിക്കും. നമ്മുടെ മാഗ്നിസ്കേപ്സിൻ്റെ പില്ലോ കവേഴ്സ് ഒക്കെ ഒരു കുറച്ചുകൂടി വലുതാണ് കേട്ടോ. അപ്പം നമ്മുടെ പില്ലോസ് ഒക്കെ അതിനകത്ത് നല്ല കയറി ഫിറ്റായി ഒക്കെ ഇരുന്നോളുവേ. ഇനിയുള്ളത് അടുത്ത ഇതിൻ്റെ നമ്മൾ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ക്യൂൺ സൈസിൻ്റെ അല്ല, ഇത് നമ്മുടെ സിംഗിൾ ബെഡ്ഷീറ്റ് ആട്ടോ. ഇതിൻ്റെ ക്യൂൺ സൈസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പം എന്നോട് പല ആൾക്കാരും ചോദിച്ചു സെയിം തന്നെ ക്യൂൺസ് ഒരു സിംഗിളും കൂടെ കിട്ടുമോ? കാരണം വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞാവുമ്പോഴൊക്കെ നമ്മുടെ ക്യൂൺ സൈസ് ബെഡിൻ്റെ അടുത്തൊരു സിംഗിൾ ബെഡൊക്കെ ഇട്ട് നമ്മൾ കിടത്തുള്ളൂ. അപ്പോൾ ഒരു റൂമിൽ കയറി ഒരുപോലെ വരണമല്ലോ. ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ അവൈലബിൾ ആണ്, ചില സമയങ്ങളിൽ. കാരണം വെച്ചാൽ ഇതെല്ലാം നമ്മൾ ബാക്കി വന്നാൽ മാത്രമല്ലേ ഇത് സിംഗിൾ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിന്റെ കൂടെയും 2 പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സോട് കൂടി അവൈലബിൾ ആണ്. ക്യൂൺ സൈസ് അല്ല, സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ഇനി വന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രിന്റ്, എനിക്കും ഇത് ഭയങ്കര ഇഷ്ടം. എനിക്കിത് കാണുമ്പോൾ എന്താ തോന്നുന്നത് അറിയാവോ? നമ്മുടെ മാതള നാരങ്ങ കട്ട് ചെയ്ത് നടുക്കോടെ വെച്ചിരിക്കുന്നു. അങ്ങനെയാണ് എനിക്കിതിനെ കണ്ടിട്ട് തോന്നിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇലകൾ നല്ല ഒരു ഭംഗിയാട്ടോ. നല്ല ഇലകൾ, ചെളി പറ്റിയൊന്നും വേഗം ഒന്നും അറിയത്തില്ല. അതും ഒരു ഗുണമാണ്. നല്ല ഭംഗിയായിട്ടുള്ള സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ഈ സിംഗിൾ ബെഡ്ഷീറ്റിൻ്റെ നമ്മൾക്ക് ക്യൂൺ സൈസും അവൈലബിൾ ആണ്. ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് അത് കിട്ടും കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ അതിൻ്റെ അങ്ങനെ ഒരാൾ എപ്പോഴും ആ ആൻറ്റി പറയും മോളെ ഇതുപോലെ ചെയ്യണം അതുപോലെ ചെയ്യണം. അതെനിക്ക് ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു തന്നാൽ മാത്രമല്ലേ നമുക്കറിയത്തുള്ളൂ. എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അവരങ്ങനെ ചെയ്യുന്നത്. ചില സമയത്ത് നമ്മളോട് വീട്ടിലൊക്കെ നമ്മൾ അത് ചെയ്യുന്നവ നമുക്ക് ഇറിറ്റേഷനൊക്കെ തോന്നും. പക്ഷെ അത് നല്ലതിന് വേണ്ടിയാന്ന് ഓർത്ത് നമ്മളത് പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാവുള്ളൂ കേട്ടോ. ഇനിയുള്ളത് ഇത് കണ്ടോ, ഈ ഒരു ഷീറ്റ് ഇത് ഇച്ചിരി ലൈറ്റ് വെയിറ്റ് ആണ്. ഇച്ചിരി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഷീറ്റ്. മറ്റേതൊക്കെ നല്ല തിക്ക് കോട്ടൺ ആട്ടോ. ഇത് കോട്ടൺ ആണ്, പക്ഷെ ആ കോട്ടണിലും ഉണ്ടല്ലോ പലതരം കോട്ടൺ. അപ്പൊ അതൊരു ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല കളറല്ലേ. ഈ പൂവിന് നല്ല ഒരു ചന്തമുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു പൂവാണ്. നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെ മുറ്റത്തൂടെയൊക്കെ നടക്കുമ്പോൾ ഓരോ പൂവ് അതിൻ്റെ എതലൊക്കെ ഇങ്ങനെ പറിച്ച് കളയാൻ ഈ പൂവിൻ്റെയൊക്കെ എതലാണെങ്കിൽ നല്ല സുഖമല്ലേ. ആദവും ഹവ്വായും എന്നൊക്കെ പറഞ്ഞ് പൂക്കളായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ വയലറ്റ് ഉണ്ട്, വെള്ളയുണ്ട്. അതിൻ്റെ കറക്റ്റ് ആ പൂവാണ് കേട്ടോ. അത് ഇപ്പം എനിക്ക് മനസ്സിൽ വന്നത്. നിങ്ങളും അതൊക്കെ ഓർത്ത് ഇങ്ങനെയൊക്കെ ചെറുപ്പത്തിലെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുമ്പോൾ ഏറ്റവും ഒരു സുഖം. കാരണം ഒരു ടെൻഷനും ഇല്ല. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി. ഉച്ചയ്ക്ക് ചുമ്മാ കയറിപ്പോയി ഇരുന്നാൽ മതി. ചോറും കിട്ടും, എല്ലാം കിട്ടും കേട്ടോ. നല്ല ഈ വെക്കേഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും വീട്ടിലുണ്ടാക്കുന്നത്? ചോറും കറിയും, പിന്നെ എന്താ ചക്കക്കുരുവും ചാറും മാങ്ങക്കറിയും. ചക്കക്കുരു ഉണ്ടാകും, മാങ്ങ ഉണ്ടാകും, മുരിങ്ങിക്ക ഉണ്ടെങ്കിൽ കേട്ടോ. കറിയൊക്കെ കാണില്ല. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല വീട്ടിലിരിക്കുമ്പോൾ കഴിക്കാനോ എനിക്ക് ആഗ്രഹം തോന്നും. നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ്. ഇതിങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി പറയും. ചക്കക്കുരുക്ക നല്ല രസമുള്ള നല്ല ഷീറ്റ് കേട്ടോ. ഇതപ്പോൾ ഈ കറി ഇഷ്ടമുള്ളവരെല്ലാം മെസ്സേജ് പറയണം കേട്ടോ. വാട്സപ്പിലാണ് മെസ്സേജ്. കമൻറ്റ് ബോക്സ് ഓഫ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല. നല്ല ഭംഗിയായിട്ടുള്ള സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഇതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. മാഗ്നിസ്കേപ്സിന് കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. ഇവിടെ വന്ന് വാങ്ങിക്കാം, നമ്മുടെ വെബ്സൈറ്റിൽ വാങ്ങിക്കാം. ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. ചില സമയങ്ങളിൽ വെബ്സൈറ്റിൽ ചില ഫോട്ടോസ് ഒന്നും കാണത്തില്ല. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. ചിലപ്പോൾ അത് ഇവിടെ കാണും, പക്ഷെ വെബ്സൈറ്റിൽ ഇടാൻ മറന്നുപോയതോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം വാട്സപ്പിലാണ് ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്നത്. വെബ്സൈറ്റിൽ നിന്ന് ഓർഡേഴ്സ് എടുക്കാം. ലോകത്തിൻ്റെ എവിടെ വേണം അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇവിടെ വന്ന് തൊട്ട് നോക്കി ഇതൊക്കെ ഇഷ്ടപ്പെട്ട് കണ്ണും കൊണ്ട് കണ്ട് നമുക്ക് വാങ്ങിക്കാം. മാഗ്നിസ്കേപ്സിന് ചെറിയ സ്റ്റോർ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കാണണം. ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു.